So in the class, last class, means I think last Tuesday we had class. So we are studying about speed, and we studied how to find out the distance if we get the speed and the time that we take, or the time, how to find out the time if you, sorry, okay, solutions are done. Next, the speedometer in the vehicles give the speed of the moving vehicle directly in kilometer per hour. I hope that you might have seen the speedometer in your vehicles and all. Maybe whether it may be in maybe bike or scooty or car or lorry, jeep, whatever the vehicle it may be, there will be speedometer, and the speedometer will help us to find out the speed of the vehicle that you are driving. നിങ്ങളുടെ എല്ലാം വണ്ടിയിലില്ല ഈ സ്പീഡോമീറ്റർ. അപ്പൊ ഈ സ്പീഡോമീറ്ററിൽ നോക്കി നമ്മുടെ വാഹനം എത്ര സ്പീഡിലാണ് പോകുന്നത്, വെദർ ഇറ്റ് ഈസ് ഇൻ 60 or 50 or 40 or 20, എത്ര സ്പീഡാണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരും അല്ലേ? ഓക്കെ, the odometer in the vehicle gives the distance traveled in kilometers. അപ്പൊ നമുക്ക് മൂവിംഗ് വെഹിക്കിൾ ഡയറക്ട്ലി സ്പീഡ് എത്ര ഉണ്ടെന്ന് കാണിച്ചു തരും, പിന്നെ ഡിസ്റ്റൻസ് എത്ര നമ്മൾ കവർ ചെയ്തു എന്ന് കാണിച്ചു തരും. അതായത് ഇപ്പൊ നമ്മളുടെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വണ്ടിയുള്ളവരല്ലേ, എന്തെങ്കിലും ഒരു ബൈക്കോ കാറോ അല്ലേ? ഓക്കെ, അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വണ്ടിയിൽ എത്ര സ്പീഡിലാണ് നിങ്ങൾ പോകുന്നതെന്ന്. സ്പീഡോമീറ്ററിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും 35 kilometers per hour or 60 kilometers per hour എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു സാധനം ഉണ്ട്, ഓഡോമീറ്റർ. ഓഡോമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് എത്ര ഡിസ്റ്റൻസ് നമ്മളിപ്പോ ഓടി എന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഒക്കെ വണ്ടിയെ കാണും 10,000 kilometers, അല്ലെങ്കിൽ ഒരു പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ 25,000 kilometer ഒക്കെ ഓടി എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ പറ്റും അല്ലേ? ഞാനൊരു ഗൂഗിൾ നോക്കട്ടെ. This is speedometer. നമ്മുടെയൊക്കെ വാഹനത്തിൽ ഇപ്പൊ now see this 0-ലാണ് ഇതിന്റെ നീഡിലുള്ളത്. സോ 0. ഇനി ഇത് നമ്മൾ വാഹനം മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ സൂചി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. If it reaches till here, it means it is 60 kilometers per hour, 80 kilometer. അതിന്റെ ഇടയ്ക്കൊക്കെ 1 2 3 ഇങ്ങനെ സ്മോൾ നമ്മുടെ ക്ലോക്കിന്റെ സെക്കൻഡ് നീഡിലിന്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ അല്ല, സെക്കൻഡ് നീഡിലെ സൂചിപ്പിക്കാൻ 1 2 3 അങ്ങനെ നമ്പർ ഉണ്ടല്ലോ, അതുപോലെ ചെറിയ ചെറിയ വരകൾ ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ 0 20 40 60 80 100 120 140 160 180 200 220 240 260 വരെയാണ്. അപ്പൊ അത്രയൊന്നും നമ്മുടെ വണ്ടികളൊന്നും നമ്മുടെ നാട്ടിൽ ഓടത്തില്ല, കാരണം നമ്മുടെ റോഡിന്റെ അവസ്ഥ നമുക്കറിയാം അല്ലെ? ഓക്കെ, ഇനി സ്പീഡോമീറ്റർ ആയിട്ട് നമ്മൾ സ്പീഡ് നോക്കുന്നതാണ്. ഇനി ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തു എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡോമീറ്റർ ഉള്ളത്. ഓഡോമീറ്റർ ഓക്കെ, ഓഡോമീറ്ററും സ്പീഡോമീറ്ററും തമ്മിലുള്ള ഇത് നോക്കാം. ഓഡോമീറ്റർ. ഇനി ഈ ഓഡോമീറ്ററിന്റെ എന്താ ഇവിടെ ഒക്കെ ഉണ്ടാക്കുന്ന ഡിജിറ്റൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാകും എത്ര കിലോമീറ്റർ റൺ ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. ഓരോ വണ്ടിയുടെയും ഇതിനകത്തൊക്കെ ഉണ്ടാവും. ഞാൻ ഇതിനകത്ത് ഇവിടെ ഡിജിറ്റൽ ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകും എത്ര കിലോമീറ്റർ നമ്മുടെ വെഹിക്കിൾ മൂവ് ചെയ്തു. ഇറ്റ്സ് ഫ്രം ബിഗിനിങ്, ഇത്രയും നാളും കൊണ്ട് എത്ര ദൂരം നമ്മുടെ വണ്ടി ഓടിയിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് 1 year or 2 years ഒക്കെ ആയിട്ടുള്ള ഒരുപാടില്ല,
ചില വാഹനങ്ങളൊക്കെ കുറെ വർഷങ്ങളായിട്ടുണ്ട്, 10, 15, 20 വർഷമൊക്കെ ആയിട്ടുണ്ടാകും. അത് ഒരുപാട് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ടാകും. ജസ്റ്റ് നമ്മൾ തിങ്ക് ചെയ്യും ജസ്റ്റ് ഫ്രം യുവർ ഹൗസ് ടു പാഴ്ചാൽ ഓർ ചെറുപുഴ ലൈക്ക് ദാറ്റ് ടു ദ മെയിൻ ടൗൺസ്, അങ്ങനെ മെനി ടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ. So മനസ്സിലായില്ല what is odometer and what is speedometer? Speedometer shows the speed of the vehicle and the odometer will show the distance that have been covered up to now. This reading is normally shown within the speedometer itself. Speedometer ന്റെ അടുത്ത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി distance time graph for uniform motion. ഒരു ടൈം നിങ്ങൾ മാത്സിൽ ഗ്രാഫ് ഒക്കെ വരയ്ക്കാൻ പഠിക്കാൻ തുടങ്ങിയായിരുന്നോ? Do you know how to draw the graph? Have you drawn in maths subject? Maths subject ഗ്രാഫിൽ വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. 6th 7th ഒക്കെ ഉണ്ടോ ഗ്രാഫ് വരയ്ക്കാൻ? Is there Anmirya? Have you drawn? അപ്പൊ എന്താണ് ഗ്രാഫ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. Suppose a car is moving on a straight road which has no traffic. It starts from a lamp post at 9 a.m. The odometer reading after every minute is noted. Okay. If our vehicle is moving in a straight line, say if your vehicle is moving in a straight line and there is no traffic at all, we need not to stop there. We need not to turn this side or that side because it is straight line. No other vehicles are there. And it starts from a lamp post at 9 a.m. ഒരു സ്ഥലം, അതാണ് ലാംപ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സ്ഡ് സ്ഥലം വെച്ചിരിക്കുന്നതാണ്. ജസ്റ്റ് അറ്റ് 9 a.m. 9 മണിക്ക് തുടങ്ങിയാൽ the odometer reading after every 5 minutes is noted. എന്നിട്ട് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമല്ലേ, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓഡോമീറ്റർ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തു എന്നുള്ളത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. Now it is only 1 kilometer. After 5 minutes, it may be 2 kilometers or 2.5 like that. So anyway, after 5 minutes, the vehicle, the odometer will show or that will change the distance that the vehicle have been covered. You can see that the car travels every 5 kilometers in 5 minutes for the entire journey. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ നോക്കുകയാണെങ്കിൽ every 5 kilometer in every 5 minutes, എല്ലാ 5 മിനിറ്റും കൊണ്ടും 5 കിലോമീറ്റർ വീതം കവർ ചെയ്യുന്നു. സെയിം ഡിസ്റ്റൻസ് ആണ്, ഒരു ഇല്ല, മീൻസ് അവിടെ ട്രാഫിക് ഒന്നുമില്ല, സ്ട്രൈറ്റ് ആണ്, വളയ്ക്കാനും തിരിക്കാനും ഒന്നും ഇല്ലെങ്കിൽ ഒരേ സ്പീഡിൽ തന്നെ അങ്ങ് പോകും അല്ലെ. That is traveling in a straight line. It covers equal distance in equal intervals of time. If you calculate its speed for the entire journey or for any interval of time during the journey, it will be the same. അപ്പൊ നമ്മൾ അതേ സ്പീഡിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളുടെ സ്പീഡോമീറ്റർ കാണിക്കുന്ന സ്പീഡ് സെയിം ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ഒരു കർവ് ഒക്കെ എടുക്കേണ്ട, വളവൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ വെഹിക്കിൾ വിൽ ബി സ്ലോ. Or if there is a traffic control, they have to stop the vehicle. Then they have to wait for some time, isn't it? Okay, then the speed will be difference will be there. But if there is no traffic control and no other objections are there on the roads, they can move in the same speed itself. Then speed of the entire journey is that it covers 20 kilometers in 20 minutes. That is 1/3 of an hour. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്ത് $20 kilometers in 20 minutes അല്ലെങ്കിൽ or 1/3 hour. Why this is 1/20 kilometer means 20 kilometers in or നമുക്ക് പറയാൻ പറ്റും 1/3.
1/3 hours. Means here, and Miriam Boyo, the faith on the day. Okay, we'll look at the screen now. 20 kilometer in 20 minutes. That means 1 kilometer is covered in 1 minute. 1 minute കൊണ്ട് 1 kilometer പോയി അങ്ങനെ 20 kilometer 20 minutes കൊണ്ട് പോയി. Otherwise 1/3 hours എന്ന് പറഞ്ഞാൽ നമുക്കറിയാം in an hour there are 60 minutes are there. So 20 minutes means 20 plus 20 40, 40 plus 20 is equal to 60. So 60 minutes is equal to 20 minutes are equal to 1 hour. Okay. അപ്പം ഈ 20 കിലോമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്ററിന്റെ സോറി 1 മണിക്കൂറിന്റെ 3/1 സമയം കൊണ്ട് 20 കിലോമീറ്റർ കവർ ചെയ്തു. Speed for the time interval 9 AM to 9:05. അപ്പൊ എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു 1 മിനിറ്റ് കൊണ്ട് ഒരു കിലോമീറ്റർ കവർ ചെയ്യുന്നു. Then it starts from 9 AM and if it reaches the time it has been taken is no, if it has traveled 5 kilometers then 5 minutes have been taken. Then what will be the time when it reaches at the 5 kilometer distance? 9 plus 5 9/5 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഇപ്പൊ ഈ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന വെഹിക്കിൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. അതിൽ 1 മിനിറ്റും കൊണ്ട് 1 കിലോമീറ്റർ കവറപ്പ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ 1 കിലോമീറ്റർ കവറപ്പ് ചെയ്യാൻ 1 മിനിറ്റ് ആവശ്യമാണെങ്കിൽ 5 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടിട്ട് എത്ര സമയം വേണം? ഇറ്റ് നീഡ് 5 minutes, isn't it? So if they are starting the journey at 9 o'clock, what will be the time when they cover the 5 kilometers distance? 5 കിലോമീറ്റർ കവർ ചെയ്യുമ്പോൾ സമയത്ത് ഉണ്ടാകും 9 മണിക്ക് തുടങ്ങിയ യാത്രയാണെങ്കിൽ എത്രയായിരിക്കും അൻമരിയ? അൻമരിയ പ്ലീസ് ലിസൺ. ഓക്കെ, പറഞ്ഞോ ഫെയ്ത്ത. അതായത് 1 മിനിറ്റും കൊണ്ട് 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പൊ 5 minutes അവർ സഞ്ചരിച്ചു. എത്ര കിലോമീറ്റർ ആയി? 5 കിലോമീറ്റേഴ്സ് ആയി അല്ലേ? 1 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. നമ്മൾ പറഞ്ഞ സ്ട്രേറ്റ് ലൈൻ ആണ്, നോ ട്രാഫിക് നത്തിങ്, സോ ദേ ക്യാൻ മൂവ് ഫാസ്റ്റ്ലി. സോ യൂസിങ് 1 minute they have covered 1 kilometer. Like that way they have covered 5 kilometers. 5 കിലോമീറ്റർ കവർ ചെയ്തപ്പോ എത്ര സമയം എടുത്തു? Only 5 minutes, isn't it? So they started the journey at 9 o'clock. Then what will be the time when they have covered the 5 kilometers? 9 o'clock in start ചെയ്തു, 5 kilometer പോയി. 9:05 it will be, isn't it? Okay, if they have covered 20 kilometers, what will be the time? 9:20. 9:20. Okay, good. Speed for the time interval 9 AM to 9:05. It covers 5 kilometers in 5 minutes or in 1/12 hour speed. The equation is distance or time is equal to 5 kilometers 1/12 hours is equal to 60 kilometers. നിങ്ങൾ ആ equations പഠിക്കേണ്ട, നിങ്ങൾ just മനസ്സിലാക്കി വെച്ചാൽ മതി. Okay. Here distance time data of a car traveling on a road with no traffic, uniform motion. ഒരേ മോഷൻ ആണ്, no change. അപ്പൊ എന്താണെന്ന് വെച്ചാൽ 9 o'clock ഓഡോമീറ്റർ റീഡിംഗ് 5605. അതായത് 9 മണിക്ക് ജേർണി ആരംഭിച്ചു. ആ ജേർണി ആരംഭിച്ചപ്പോൾ ഓഡോമീറ്ററിലെ മീറ്റർ സ്കെയിൽ എത്രയായിരുന്നു? 5605. അത്രയും ഓൾറെഡി കവർ ചെയ്ത സ്ഥലമാണ്, നേരത്തെ എപ്പോഴോ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. And distance in kilometer from a lamp post 0. ഇനി 9:05 എത്തിയപ്പോഴേക്കും 5610 എത്തി. അപ്പൊ എത്ര കിലോമീറ്റർ ഓടി? ഇപ്പം ഇവിടെ നോക്കിക്കേ അൻമരിയ, പേജ് 163 ഫസ്റ്റ് പിക്ചർ, ജസ്റ്റ് സീ ദാറ്റ്. ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഫ്രം യുവർ ഹൗസ്. ഇവിടെ ലാംപ് പോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാംപ് പോസ്റ്റ് നമ്മൾ ഒഴിവാക്കി നിങ്ങളുടെ വീടിന്റെ മുറ്റം എന്ന് സങ്കല്പിക്കാം. Okay,
started the journey at 9 o'clock. 9 o'clock സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഡോമീറ്ററിൽ നിലവിൽ ഉണ്ടായിരുന്ന മീറ്റർ എത്രയാണ് റീഡിംഗ് എന്ന് വെച്ചാൽ 5605. ആൻഡ് നെക്സ്റ്റ് 9:05 ആയപ്പോൾ ഇറ്റ് കവേർഡ് ദ ഓഡോമീറ്റർ റീഡിംഗ് ഈസ് 5610 കിലോമീറ്റർ. അപ്പോൾ എത്ര കിലോമീറ്റർ കവർ ചെയ്തു? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ മോളെ. 5 കിലോമീറ്റേഴ്സ് ഓൾറെഡി ഇപ്പൊ അങ്ങോട്ട് ഓടി 5 മിനിറ്റും കൊണ്ട് അല്ലെ. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് 5 കിലോമീറ്റർ. ആൻഡ് ദ ടൈം എത്രയായിരിക്കും എടുത്തത്? 5 തന്നെ അല്ലെ. ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ഓർ ട്രാവൽഡ് ഇൻ 5 മിനിറ്റ്സ് ഇന്റർവൽ ഈസ് 5 മിനിറ്റ്സ്. നെക്സ്റ്റ് 9:10 ആയപ്പോൾ ഓൾറെഡി ഇറ്റ് ഈസ് 5615. ഇപ്പം അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്നും എത്ര ദൂരം കവർന്നു കഴിഞ്ഞു? ഓൾറെഡി 10 കിലോമീറ്റേഴ്സ് ഫിനിഷ്ഡ് അല്ലെ. 10 കിലോമീറ്റേഴ്സ് തന്നെ. അപ്പൊ നമുക്ക് ടൈം എത്രയാണ് അവിടെ? ടോട്ടലി 10 മിനിറ്റ്സ് ആയി. പക്ഷെ നേരത്തെ ഓൾറെഡി 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി വീണ്ടും 5 മിനിറ്റ്സ് കൂടി ആയി. ലൈക്ക് ദാറ്റ് വേ. നെക്സ്റ്റ് 9:15 വരുമ്പോൾ 5620 വരും. ആൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഫ്രം യുവർ ഹൗസ് ഈസ് 15 കിലോമീറ്റേഴ്സ്. And again it has taken 5 more minutes. And next 9:20, at 9:20 it has covered 5625 kilometers. The odometer reading ആണ് അപ്പോൾ 5625, and it has covered already 20 kilometers from the spot it has started the journey. And the time again has taken again extra 5 more minutes. So totally how much time has been taken? 5 plus 5 10, 10 plus 5 15, 15 plus 5 20. So 20 minutes it has been taken, and it has covered a 20 kilometers distance. 20 minutes കൊണ്ട് 20 kilometer ഇപ്പോ എടുത്തു. So now the time is 9:20. 9 o'clock start ചെയ്തു. 9:05 5 kilometers cover up ചെയ്തു. Just 9:10 again. Time തന്നെ അവിടെ എഴുതിയാ മതിയല്ലോ. 9 മാറ്റിട്ട് ടൈമിന് 9 മാറ്റിട്ട് ആ ബാക്കിയുള്ള നമ്പേഴ്സ് തന്നെ ആണല്ലോ അവിടെ കൊടുത്തിരിക്കുന്നത്. 5 10 15 20. ഓക്കേ, അത് ഡിസ്റ്റൻസ് അല്ലേ മോളെ? ഡിസ്റ്റൻസ് ഡിഫറൻസ് അല്ലേ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേ നമ്പർ തന്നെയല്ലേ അവിടെയുള്ളത്? അവിടെ പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ 5 മിനിറ്റ്സ് ഓഫ് ഇന്റർവെല്ലില് ചോദിച്ചേക്കുന്നത്. 5 മിനിറ്റും കൊണ്ട് സോറി ഇന്റർവെല് ഇൻ 5 മിനിറ്റ് ഇന്റർവെല്ല. 5 മിനിറ്റ് ഇന്റർവെല്ലിൽ എത്ര കിലോമീറ്റർ പോയി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യത്തെ 5 മിനിറ്റ്സിൽ ഒന്നുമില്ല, 0 ആണ് ആദ്യത്തെ ഉള്ളതില്. പിന്നെ ഒരു 5 മിനിറ്റ്സ് അടുത്ത 5 കിലോമീറ്റർ കവർ ചെയ്തു. അടുത്ത 5 കിലോമീറ്റർ അടുത്ത 5 മിനിറ്റ്സ് കഴിയുമ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ, പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ, പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ വീണ്ടും 5 കിലോമീറ്റേഴ്സ്. അങ്ങനെ നമുക്ക് മനസ്സിലായോ? അതായത് നമുക്ക് നമ്മള് പറഞ്ഞ സെക്കൻഡ് കോളം, തേർഡ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് 0 5 10 15 20 അങ്ങനെ തന്നെയല്ലേ അടുത്ത കോളത്തിലും വരണ്ടെന്നല്ല മോള് ചോദിച്ചത്. യെസ്. അപ്പോൾ നമുക്ക് അതിന് മേൽ തന്നിരിക്കുന്ന ഹെഡിങ് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ട്രാവൽഡ് ഇൻ 5 മിനിറ്റ് ഇന്റർവെൽ. 5 മിനിറ്റിന്റെ ഇന്റർവെല്ലിൽ എത്ര ദൂരം പോയി? നോട്ട് ടോട്ടലി ഇൻ 20 മിനിറ്റ്സിൽ. 20 മിനിറ്റ്സിൽ പോയിരിക്കുന്ന ദൂരം എത്രയാണെന്നല്ല ചോദിച്ചത്. ഓക്കെ, അതാണ് ഡിഫറൻസ്. സോ ആദ്യത്തെ 5 മിനിറ്റിൽ ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ പോയി. അത് കഴിഞ്ഞിട്ടില്ല അവിടെ മുതൽ പിന്നെ ഉള്ള 5 മിനിറ്റിൽ എത്ര ദൂരം പോയെന്നാണ്. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ 5 കിലോമീറ്റർ കൂടെ പോയി. അപ്പൊ 10 മിനിറ്റ് 10 കിലോമീറ്റർ പോയി. ആ 10 മിനിറ്റ് 10 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത 5 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം കൂടി പോയി എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര ദൂരം കൂടെ എക്സ്ട്രാ പിന്നെ പോയി. അഗൈൻ 5 more kilometers. ആ 15 kilometers ആയി ടോട്ടലി. ആ 15 kilometers കഴിഞ്ഞ് പിന്നെ 5 minutes കൊണ്ട് how much time they have taken extra. പിന്നെ എത്ര extra time പോയി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, so you can calculate the speed for any of the given time intervals. It will be the same. We say that the car is in uniform motion. So ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും the distance covered or the time has taken to cover the distance is the same.
എത്ര ഒരു 5 മിനിറ്റും കൊണ്ട്, ആ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും ദൂരം പോകുന്നു. അപ്പം ദ കാർ ഈസ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ മീൻസ് സെയിം മോഷൻ, ഒരേ മോഷൻ, ഒരേ മൂവ്മെന്റിലാണ് അതിന്റെ മോഷൻ ഉള്ളത്. A body is said to be in the uniform motion if it travels in the straight line and covers equal distance in equal intervals of time. Okay, a body is said to be in uniform motion. ഒരു വസ്തു എന്തു ആയിക്കോട്ടെ, we say that if we say that it is in uniform motion means it travels in a straight line. Straight line ile equal distance കൊണ്ട് equal interval of time. അതായത് ഒരു വസ്തു സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് അത് പോകുന്ന സ്പീഡ് മൊത്തം ഒരുപോലെ, അതെടുക്കുന്ന സമയവും ഒരുപോലെ. അത്രയും സ്പീഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മിനിറ്റിലും എത്ര സമയമാണ് എടുത്തത് അതേ സെയിം, എവിടെ സ്റ്റോപ്പ് ഇല്ല, ഒന്നുമില്ല, സെയിം ദൂരം കൊണ്ട് അല്ലെങ്കിൽ സെയിം ടൈം കൊണ്ട് എത്ര ദൂരം കറക്റ്റ് നമ്മൾ കവർ ചെയ്യുന്നു, അതാണ് ഒരു യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് ദ സ്പീഡ് ഓഫ് ബോഡി ഇൻ യൂണിഫോം മോഷൻ ഡു നോട്ട് ചേഞ്ച്. Okay, in uniform motion, the direction of motion, motion അതായത് മൂവ്മെന്റിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ സ്പീഡും നെവർ ചേഞ്ചസ്. നമ്മളിപ്പോ ഒരു ബോൾ എടുത്തിട്ട് എറിയാന്ന് വിചാരിച്ചു, ആ ബോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, if you are throwing it straightly, it will cover up a certain area. And it will take the same time and the same distance in time. അത് കവർ ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്ന സമയവും ടൈമും അല്ല അതിന്റെ ദൂരവും ഒക്കെ സെയിം ആയിരിക്കും. ഇവിടുന്ന് പയ്യെ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ സ്പീഡ് പോകുന്നില്ല, ഒരേ സ്പീഡിൽ അങ്ങ് പോകുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് കുറെ ചെന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് കരുതി അതിന്റെ ഡയറക്ഷൻ മാറ്റുന്നില്ല. Let us plot a graph of the distance versus time data given in table 14.2 on graph paper. നിങ്ങൾ ഗ്രാഫ് പേപ്പറിലൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? മാത്സിൽ വരച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടോ? അന്മര് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഇവിടെ ഗ്രാഫ് പേപ്പറിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രാഫ് എന്തോ I didn't understand my name. കഴിഞ്ഞ ഇയറിൽ വരച്ചിട്ടുണ്ട്, ഈ ഇയറിൽ. ഓക്കെ, ഇവിടെ ഗ്രാഫ് പേപ്പറിന്റെ ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ. ഫസ്റ്റ് വണ്ണിൽ സ്ട്രെയിറ്റ് ലൈൻ, നമുക്കറിയാം ഓരോ ഈ എക്സലിന്റെ ഷീറ്റ് പോലെയാണ്, സ്മോൾ സ്മോൾ സെയിം ലെന്തിലും വിഡ്ത്തിലുമുള്ള കോളംസ് ഉണ്ട് അല്ലെ. അപ്പം ആ കോളത്തിന്റെ ഇടയ്ക്ക് നമുക്കറിയാം ഇവിടെ മേളിലൊരു ഇത് വന്നിട്ടുണ്ട്, 1 2 3 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. 5 10 15 20 25 ഓരോ ഇതിലും ചെറിയ, പിന്നെ സ്മോൾ സ്മോൾ കോളംസ് ഉണ്ട്, 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ 9 9 5 9 10 9 15 ഏതായിട്ട് അങ്ങനെ സമയമൊക്കെ തന്നിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ സ്ട്രെയിറ്റ് ആണ്, അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതാണെങ്കിൽ ഇങ്ങനെ ഇതേ ഇത് വരും. സെക്കൻഡ് താഴത്തെ പിക്ചർ നോക്കിക്കേ, ഒന്ന് കയറിയും ഒന്ന് ഇറങ്ങിയും ഇട്ടിരിക്കുന്നത് അല്ലെ. അതിൽ ഈ പരിപാടി നടക്കില്ല. ഓക്കെ, നമ്മളൊക്കെ we will continue in the next class. Okay, shall we wind up the class? Bye. എല്ലാം സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നു.